സാജിദ് അജ്മൽ കൂടിയുണ്ട്. സാജിദാണ് പാലക്കാട് നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. സാജിദ്, അത് തന്നെയായിരുന്നു ചോദ്യം. അതായത് ഡോക്ടർമാർക്ക് ഒരു തരത്തിലുള്ള അവിടെ വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന DMO റിപ്പോർട്ടും അവരെ പിന്തുണച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനയും രംഗത്ത് വന്നപ്പോൾ പിന്നീട് എങ്ങനെയാണ് ഈ കുട്ടിയുടെ കൈ നഷ്ടമായത് എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയർന്നിരുന്നു. എന്തായാലും സർക്കാരിന്റെ അക്കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ട്. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇവിടെ ചില പ്രോട്ടോകോൾ ലംഘനങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് കണ്ടെത്തി ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്ത നടപടികളിലേക്ക് കൂടി എത്തിയിരിക്കുന്നു. അപ്പോൾ കൂടുതൽ നടപടികൾ ഒരുപക്ഷെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും ഒരു മാറ്റി നിർത്തി ഒരു അന്വേഷണം എന്ന രീതിയിലേക്ക് കടക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. ജിൽസി സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ പൂർണ്ണമായും ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം നൽകിയത്. ഇത് DMO നിയോഗിച്ച അന്വേഷണ സംഘം ഇതിൽ പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും ഒറ്റപ്പാലം ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റുമാണ് അന്വേഷണം നടത്തിയിരുന്നത്. ഇതിൽ ഡോക്ടർമാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ശാസ്ത്രീയമായ ചികിത്സ നൽകി എന്നൊരു റിപ്പോർട്ടാണ് നൽകിയിരുന്നത്. ഇന്നലെ ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ടും അതോടൊപ്പം തന്നെ ഓർത്തോ വിഭാഗം മേധാവിയും KGMOയുടെ ജില്ലാ സെക്രട്ടറിയും ഉൾപ്പെടെ ഉള്ളവർ എല്ലാം ക്ലിയർ ആണ്, എല്ലാ പ്രോട്ടോകോളും പാലിച്ച് വളരെ ശാസ്ത്രീയമായ ചികിത്സ നൽകി എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായ കാര്യമാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറും ആരോഗ്യ വകുപ്പും കണ്ടെത്തിയിരിക്കുന്നത്. പ്രോട്ടോകോൾ ലംഘനം കൃത്യമായി ഉണ്ടായി എന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് പ്രോട്ടോകോൾ ലംഘനം എന്ന് ഈ ഉത്തരവിൽ പറയുന്നില്ലെങ്കിൽ കൂടി ഒരു PG വിദ്യാർത്ഥിയാണ് ഈ കുട്ടിയുടെ കയ്യിൽ ആദ്യം പ്ലാസ്റ്റർ ഇടുന്നത്. ഈ സാധാരണഗതിയിൽ ഇത്തരം ഒരു മേജർ പൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് ജൂനിയർ കൺസൾട്ടന്റിന്റെ എങ്കിലും സാന്നിധ്യത്തിൽ വേണം PG വിദ്യാർത്ഥികൾ ഇത്തരം പ്രൊസീജിയറുകൾ ചെയ്യാൻ. അത് പാലിക്കപ്പെട്ടില്ല എന്ന ഒരു വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായി എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇന്നലെ സാജിദ നടപടിയെടുത്തതോടുകൂടി വീഴ്ച ആരോഗ്യവകുപ്പ് സമ്മതിക്കുകയാണ്. അത് സസ്പെൻഷൻ മാത്രം പോരാ, ഇതിനകത്ത് ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം. ആ കുഞ്ഞിന്റെ കൈയാണ് പോയിരിക്കുന്നത്. ഇനിയൊരു കൈ അതിന് നൽകുക എന്നുള്ളത് ഇപ്പോൾ പ്രായോഗികമായൊരു സംഗതിയല്ല. അതുകൊണ്ട് മതിയായ നഷ്ടപരിഹാരം ആ കുടുംബത്തിന് നൽകണം. ആരോഗ്യവകുപ്പിന് കാര്യത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഒരു നടപടിയെടുക്കുന്നതിൽ വൈകിയോ എന്ന് അന്വേഷിക്കണം. അപ്പോൾ ഇതിലൊക്കെ ഈ കുടുംബത്തിന്റെ ഇത് സമര മുഖത്തുള്ള അല്ലെങ്കിൽ പ്രതിഷേധ മുഖത്തുള്ള പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ നിലപാട് എന്തായിരിക്കും? തീർച്ചയായും 9 വയസ്സുള്ള ഒരു കുഞ്ഞിനാണ്, ഈ കളിച്ച് നടന്നിരുന്ന ഒരു കുഞ്ഞിനാണ് സ്വന്തം വലത് കൈ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിന് പകരമായി ഇനി ഒരു വെപ്പ് കൈ നൽകുക എന്നുള്ളതൊന്നും കുട്ടിയുടെ ജീവിതം പൂർണ്ണമായി പഴയ തോതിലാകില്ല എന്ന് ഉറപ്പാണ്. വലിയൊരു നഷ്ടപരിഹാരം ആ കുടുംബത്തിന് നൽകണം. പ്രത്യേകിച്ച് SC കുടുംബമാണ്. ഈ കൂലിപ്പണിയെടുത്താണ് ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആ കുട്ടിയെ വളർത്തുന്നത്. ഈ തരത്തിലുള്ള ആവശ്യവുമായി സ്ഥലം MLA ഉൾപ്പെടെ ഈ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. K ബാബുവാണ്, നെന്മാറ മണ്ഡലം MLA ആണ്. ഇതിന് വിദ്യാഭ്യാസ മന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും ഉൾപ്പെടെ ഇന്ന് കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വീഴ്ച ആരോഗ്യവകുപ്പ് സമ്മതിച്ചിരിക്കുന്നു. ഇന്നലെ ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള പറഞ്ഞതെല്ലാം തന്നെ തെറ്റാണ് എന്ന് ആരോഗ്യവകുപ്പ് തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. ശരി, എന്തായാലും ആരോഗ്യവകുപ്പ് പ്രഥമ ദൃഷ്ട്യാ ഡോക്ടർമാർ പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. കൃത്യമായി എന്താണ് ആ പ്രോട്ടോകോൾ എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് പ്രോട്ടോകോൾ ലംഘനം എന്നുകൂടെ.